ഇന്ന് എനിക്ക് അവധിയാണെന്ന് പറയാം. നോക്ക്, ഞങ്ങളുടെ ഡാലസിലെ ഒരു മഴ കണ്ടോ? ഭയങ്കര പെരുമഴയും കൊടും കാറ്റുമാണ് ഇവിടെ. ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന കണ്ടോ? വെളിയിലോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ മഴയുടെ തണുപ്പേ ഉള്ളൂ കേട്ടോ, അല്ലാത്ത തണുപ്പില്ല. എനിക്ക് മഴയിൽ നനയണ്ട. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ കുറച്ച് മഴ എപ്പോഴും നമുക്ക് നല്ല ഒരു കാര്യമല്ലേ കാണാനായിട്ട്. അപ്പം നമ്മൾക്ക് വീട്ടിലിരിക്കുമ്പോൾ വളരെ നല്ലതാണ്, മഴയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാം. പക്ഷേ ഡ്രൈവ് ചെയ്യേണ്ടവർക്ക് അതത്രയ്ക്ക് നല്ല കാര്യമല്ല. നമ്മുടെ ചെടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. മരങ്ങളൊക്കെ വല്ലതും പിഴുത് വീഴുമോ എന്നറിയത്തില്ല, നല്ല കാറ്റാണ്. ഇതെന്ത് വെച്ചാൽ ഇവിടെ ഇപ്പം ഈ വെതർ ചേഞ്ചിൻ്റെ സമയമാണ്. അതായത് തണുപ്പിൽ നിന്ന് ചൂടിലോട്ട് മാറുന്ന സമയത്ത് താപനിലയിലുള്ള ആ വ്യത്യാസത്തിൽ അപ്പം പലപ്പോഴും ഈ സമയത്താണ് ഇവിടെ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുന്നത്. വേണ്ട നോക്ക്, നല്ലതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാനോർത്ത് നിങ്ങളെ ബാക്കിലെ ഗാർഡനും ഒക്കെ കാണിക്കാമെന്ന്. വേണ്ട, ഇവിടെ ഇങ്ങനെ നമ്മുടെ അരികളൊക്കെ ഇങ്ങനെ കിളുത്ത് വരുവാണ്, അല്ല ഇങ്ങനെ കിളുത്ത് നിൽക്കുവാണ് ചട്ടിക്കകത്ത്. വേണ്ട, എൻ്റെ ബ്ലൂബെറിയിൽ വേണ്ട കാ വരുന്ന കണ്ടോ? എൻ്റെ ചിക്കു ഓൾസോ കായുണ്ട്. പക്ഷെ നോക്ക്, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണിക്കാം കേട്ടോ. വെള്ളങ്ങൾ ഒഴുകി ഒഴുകി പോകുന്ന കണ്ടോ? നോക്കവിടെ നമ്മുടെ വെളുത്തുള്ളിയും ബ്രോക്കോളിയും തക്കാളിയും എല്ലാം ഇങ്ങനെ വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ നമ്മുടെ മഴവെള്ളം പിടിക്കുന്ന കണ്ടോ? ഇത് ജാറെല്ലാം നിറഞ്ഞ് വെള്ളം കൊണ്ട്, അതുപോലെ വലിയ മഴയാണ്. നമ്മുടെ ചെടികൾക്കൊക്കെ വളരെ സന്തോഷത്തിലാണ്. മഴ കണ്ടോ? ജാറെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ മഴവെള്ളം കളക്ട് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചെടിക്കൊക്കെ ഇത് പിന്നെ പ്രയോജനപ്പെടും. പിന്നെ ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. അങ്ങോട്ട് പോയി കാണിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ ഞാൻ നോക്കട്ടെ, എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് കണ്ടോ? നിങ്ങൾ കണ്ടോ ഇവിടെ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ കണ്ടോ? അറിയത്തില്ല എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ എന്തുകൊണ്ടാണോ കുറേ കൊക്കുകൾ, താറാവ് വന്നത് ഞാൻ കാണിച്ചല്ലോ. പക്ഷേ നമ്മുടെ ഈ ഫെൻസൊക്കെ ഒത്തിരി ഹൈറ്റ് ഉള്ളതാണ് ഇവിടെ, അതുകൊണ്ട് താറാവിന് ഇങ്ങോട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് വരാൻ പറ്റിയില്ല. പക്ഷെ കുറേ കൊക്കുകൾ ഈ കൊക്കുകൾ വന്നിട്ട് നമ്മുടെ മീനുകളെയൊക്കെ തിന്നുമായിരുന്നു. അപ്പം നമ്മളിപ്പം ഫുള്ള് നമ്മുടെ കണ്ടോ, നമ്മുടെ കുളത്തിൻ്റെ മുകളിൽ ഫുള്ള് വലയിട്ട് വെച്ചിരിക്കുക. മീനൊക്കെ ആണെങ്കിൽ പേടിച്ചരണ്ട് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുവാണ്. അങ്ങനെ കൊക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുളത്തിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വലയെല്ലാം വിരിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. ഇപ്പം ഇന്ന് ഇവിടുത്തെ പേരുമഴ, അമേരിക്കയിലെ ഒരു മഴ ഇങ്ങനെയാണ്. ഇവിടെ കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അതും ഈ മരമൊക്കെ ചിലപ്പം പിഴന്ന് വീടും. ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ വലിയ കാടാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പണ്ട് ഇവിടെ ഒരു ട്രാമ്പിളിൻ ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ജമ്പ് ചെയ്യുന്നത്. ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ് ഈ വലിയ കൊടുങ്കാറ്റ് വന്നിട്ട് ആ ട്രാമ്പിളിൻ, ക്യാൻ യു ഇമാജിൻ, അത് ഈ ഫെൻസിൻ്റെ മണ്ടേ കൂടെ അത് ഫ്ലൈ ചെയ്ത് പറന്ന് അങ്ങ് വെളിയിൽ പോയി അവിടെ ഒരു പോസ്റ്റേൽ ഇടിച്ച് തകർത്ത്. അപ്പം അന്ന് ഞങ്ങളിവിടെ ഈ വീട്ടിലൊക്കെ അന്നേരം പുതിയതായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഇളയ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ബെല്ലടിച്ചിട്ട് വന്ന് പറഞ്ഞ്, ഇത് നിങ്ങളുടെയാണോ ഈ ട്രാമ്പിളിൻ? സത്യം പറഞ്ഞാൽ ട്രാമ്പിളിൻ എന്താണെന്ന് പോലും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് നിങ്ങളുടെയാണോ എന്ന് ചോദിച്ചു. നോക്കുമ്പോൾ പാരച്യൂട്ട് പോലെ ഇത് പറന്ന്, എനിക്ക് തന്നെ വിശ്വാസം വന്നില്ല. ഇതെങ്ങനെ ഇത് പറന്ന് ഈ ഫെൻസ് കടന്നു പോയി നമ്മുടെ ആ പോസ്റ്റേൽ ഇടിച്ച്. ഭാഗ്യത്തിനൊരു വണ്ടിയൊന്നും ആ സമയത്തില്ലായിരുന്നു, ഒരു കുഴപ്പവും പറ്റിയില്ല. പക്ഷെ എന്തായാലും നല്ലൊരു നെയ്ബറായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് അവളുടെ ഫ്രണ്ടിനെ കൂടെ വിളിച്ചു. അവരത് വലിച്ച് ഇതിനകത്ത് കൊണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം. ഇവിടെ ഞങ്ങൾക്കൊരു കൊടുങ്കാറ്റ് വെച്ച് അങ്ങനെ ഒരു ഇൻസിഡൻറ്റേ ഉണ്ടായിട്ടുള്ളൂ. ട്രംബിളിൻ ഇങ്ങനെ പറന്ന് പാരച്ചൂട്ട് പോലെ വഴിയിൽ പോയി. പക്ഷേ നമുക്ക് ഈ ഏരിയയിൽ നമ്മുടെ ഇവിടെ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ പെരുമഴ പെയ്യുമെങ്കിലും മറ്റു പല കുഴപ്പങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. പക്ഷേ
കണ്ടോ സാധനങ്ങളെല്ലാം അവിടെ ഇവെല്ലാം പറന്ന് ഇവിടെ പറമ്പൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുക. ഇതെല്ലാം കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇങ്ങനെ കാറ്റുകളൊക്കെ വരുമ്പം പല സാധനങ്ങളും പറന്ന് പോകും. സമയത്ത് പെറുക്കി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ പറന്നിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കും. അപ്പം പല പല മഴകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇവിടെ അമേരിക്കയിലെ മഴ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മഴ എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെയാണ്. പക്ഷേ മഴയാണെന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, എനിക്ക് ഐ ഹാവ് ടു ഗോ ബാക്ക് ടു വർക്ക്. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ റെയിൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.